ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഹെയർ ടിപ്പായിട്ടാണ്. അതായത് നമ്മളുടെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഹെയർ, അതായത് ദിവസം കഴിയുന്തോറും പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മളെപ്പോലത്തെ ആൾക്കാരൊന്നും എന്താണ് ഷാമ്പു വാഷ് കൊണ്ടാണ് നടക്കുന്നത്. പക്ഷെ നമ്മളെപ്പോലത്തെ അല്ല, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ താളി തന്നെ യൂസ് ചെയ്യല്. എനിക്ക് തോന്നുന്നു എൻ്റെ മുടി എന്നെ എന്തെങ്കിലും ഒന്ന് പിരാകുക എന്നെല്ലാം പറയുന്നത് അതുപോലെ എന്തോ ആയതാണ്. കാരണം നല്ല തിക്കും നല്ല ലെങ്ത്തും ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഓരോ നല്ല നല്ല ടിപ്സ് ഉപയോഗിക്കുമ്പോഴാണ് എനിക്ക് നല്ല തിക്കുണ്ടായിരുന്നു. ഇപ്പം നല്ല നിങ്ങൾക്ക് കണ്ട മുന്നുള്ള വീഡിയോസിലെല്ലാം കണ്ടാൽ തിരിയും എൻ്റെ മുള്ളിൽ മുട്ട കാണുന്നുണ്ടായിരുന്നു. അത് ഞാൻ എങ്ങനെയാണ് തിരികെ കൊണ്ടുവന്നത് എന്നൊക്കെയാണ് ഞാൻ ഇന്ന് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് എനിക്ക് ലെങ്ത്ത് അധികം വെക്കുന്നില്ല, പക്ഷെ തിക്ക് വെക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ തിക്കും ഈ ഒരു അടുത്ത് 2 ആഴ്ചക്കുള്ളിൽ ഭയങ്കര കൊഴിച്ചിലായിരുന്നു. അതായത് വീടിൻ്റെ ഏത് സൈഡ് നോക്കിയാലും മുടി മാത്രമേ കാണാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സങ്കടപ്പെട്ട് ഞാനൊരു ടിപ്പ് കണ്ടെത്തി. അതായത് അതിലെനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ടിപ്പിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഇറങ്ങി കാണുന്നുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. മാത്രമല്ല ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തോളൂ. എന്നാൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അത് ചെയ്യുന്നതിന് മുന്നേ ആദ്യം നിങ്ങളുടെ മുടി നമ്മൾ വളർത്താൻ തുടങ്ങുന്നതിന് മുന്നേ അതൊന്ന് കട്ട് ചെയ്തിട്ട് വളർത്താൻ തുടങ്ങുന്നത് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നു. കാരണം അവിടെയുള്ള ഒരു കായ്കളില്ലേ, അങ്ങനെ പറയാം, ഈ മുളച്ച് മുടി തായിൽ കൊലക്കുക എന്നെല്ലാം പറയില്ലേ, ഓരോ നാട്ടിലും ഓരോന്നാപ്പം. നമ്മുടെ നാട്ടിലിങ്ങനെ കൊലച്ചിനെന്ന് പറയാം. അപ്പോൾ അതൊക്കെ വെട്ടിക്കളഞ്ഞ് ഒരു സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ എപ്പോൾ അതിനൊരു നല്ലൊരു ബിഗിനിങ് കൊടുക്കണം. സ്റ്റാർട്ടിങ് കൊടുക്കുമ്പോൾ ബിഗിനിങ് കൊടുക്കണമെന്നോ അങ്ങനെയല്ല. ഒരു മുടി വളർത്താൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിനൊരു സ്റ്റാർട്ടിങ് ആയിട്ട് നമുക്ക് അതിനൊരു കട്ട് ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു റെമഡി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ റെമഡി ചെയ്തിട്ട് എനിക്കൊരു റിസൾട്ട് ഇല്ലല്ലോ, എൻ്റെ മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇനി റോസ്മേരി വാട്ടർ അല്ല, കഞ്ഞിവെള്ളമല്ല, എന്ത് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സ് കൊടുത്തിട്ട് ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഒരു ടിപ്പ് പോലെ ഒരു നമുക്കിത് കിട്ടിക്കഴിഞ്ഞാലല്ലേ നമ്മളൊരു മാസം കണ്ടിന്യൂസ്ലി ചെയ്യണം. അല്ലാണ്ട് ഒരു ആഴ്ച ചെയ്തിട്ട് അത് കൊഴിഞ്ഞിട്ട് അത് മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു ടിപ്പിലേക്ക് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എനിക്ക് മനസ്സിലായ കാര്യമാണ്. നമ്മളൊരു ടിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യാം. അതായത് മുട്ടോളം വേണമെന്നൊന്നും ആരും ശഠിക്കുന്നില്ല. ഇപ്പോൾ ഉള്ള മുടി നിലനിർത്തിയാൽ മതി, ഒരു കുറച്ച് തിക്ക് കിട്ടിയാൽ മതി, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഈ ടിപ്പ് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ടിപ്പ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കമോൺ. അപ്പോൾ നമുക്ക് പാക്കിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് നമ്മുടെ കരിഞ്ജീരകമാണ്. കരിഞ്ജീരകത്തിൻ്റെ ഗുണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. 2 ടീസ്പൂൺ മാത്രമാണ് കരിഞ്ജീരകം വേണ്ടൂ. കാരണം നമ്മളൊരു ടോണറാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, ഒരു മാസ്ക് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ 2 ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല, മാറിപ്പോകരുത്. അത് നന്നായി ഞാൻ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ കായായിട്ട് ഇടുന്നതിനേക്കാളും നല്ലത് ക്രഷ് ചെയ്തെന്ന് ഇടുമ്പോഴാണ് നല്ല ഗുണത്തിൽ കിട്ടാൻ ചാൻസ് അല്ല, ഉറപ്പായിട്ടും ഗുണം കിട്ടുന്നത് ഇങ്ങനെ ക്രഷ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം വേണം. അതായത് ഈ 2 ഗ്ലാസ് വെള്ളത്തിനെ നമ്മൾ 1 ഗ്ലാസ്സാക്കി മാറ്റി തിളപ്പിക്കണം. അപ്പോൾ നമുക്ക് ഈ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഈ കരിഞ്ജീരകത്തെ ഈ ബൗളിലേക്ക് മാറ്റാം. നെക്സ്റ്റ് നന്നായിട്ട് മാറ്റണം കേട്ടോ. ഒരുപാട് ആ മിക്സിക്കുള്ളിലെല്ലാം ഉണ്ടാകും. നമ്മളതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ശേഷം ഗ്യാസിൽ വെച്ചിട്ട് നന്നായി ഇതിനെ തിളപ്പിച്ചെടുക്കുക. അതായത് ലോ ടു ഹൈ ഫ്ലെയിമാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ചെയ്യരുത്, ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും മാറി മാറി ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതിനെ ഒരു അരിപ്പ വെച്ചിട്ട് അരിക്കണം. എൻ്റെ അരിപ്പേൻ്റെ കോലം കണ്ടിട്ട് നിങ്ങൾ നോക്കണ്ട. ഞാൻ ഇങ്ങനത്തതിന് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അരിപ്പ വാങ്ങിച്ചത്. സോ ആ അരിപ്പ വേറൊരു ആവശ്യത്തിന് എടുക്കാറില്ല. ഇതുപോലത്തെ ഇൻഗ്രീഡിയൻസ് എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അരിപ്പ. അപ്പോൾ ഈ അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത് നമുക്ക് ഒരു ആഷ് കളർ നിറത്തിലുള്ള വെള്ളമാണ് കിട്ടുക. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണേൻ്റെ ഗുണം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഓരോ എന്താ പറയുക,
കുട്ടി കുട്ടി മുടി വരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ആവണക്കെണ്ണ. പണ്ട് മുതൽക്കേ യൂസ് ചെയ്യുന്ന ഹെയർ ഗ്രോത്തിന് യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് ആവണക്കെണ്ണ. അതും 2 ടീസ്പൂൺ മതി, ടേബിൾ സ്പൂണൊന്നും ആവശ്യമില്ല. അപ്പോൾ അതിലേക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് അലോവേര ജെല്ലാണ്. പുറത്തുനിന്നുള്ള അലോവേര ജെല്ല് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളിത് കുറച്ച് സ്റ്റോർ ചെയ്തിട്ടാണല്ലോ അപ്ലൈ ചെയ്യുന്നത്. അപ്പം തന്നെ ചെയ്ത് കഴുകി കളയാനാണെങ്കിൽ നമ്മുടെ പുറത്തുള്ള, അതായത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അലോവേര മതി. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സ്റ്റോർ ചെയ്ത് 2 ആഴ്ചത്തോളം സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, ഈ ടോണർ. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ടോണർ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ചെയ്യും. അപ്പോൾ എനിക്ക് സ്പ്രേ ബോട്ടിലിനെക്കാട്ടി കുറച്ചുകൂടി ഇഷ്ടം ഇതുപോലത്തെ ബോട്ടിലാണ്. കാരണം ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു അപ്ലൈ ചെയ്യുന്നൊരു സ്റ്റിക്ക് പോലത്തെ ഒരു സംഭവം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ സ്കാൽപ്പിന് നന്നായി ഒരു മസാജും കിട്ടും ഇതിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ. സോ ഞാൻ ഇതാണ് യൂസ് ചെയ്തത്. ഞാനിത് മീഷോന്നാണ് വാങ്ങിയത് കേട്ടോ. 80 രൂപക്ക് 2 എണ്ണം അങ്ങനെ വെച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ ബോട്ടിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ബോട്ടിൽ വാങ്ങിയത്. നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. അപ്പം അതിൻ്റെ അടിയിൽ കണ്ടോ ഇങ്ങനെ ഊറിക്കിടക്കും. അപ്പോൾ അത് നന്നായി ഷേക്ക് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങളും ആവണക്കെണ്ണേൻ്റെ ഗുണങ്ങളും അലോവേരേൻ്റെ ഗുണങ്ങളെല്ലാം ചേർന്ന് നമ്മുടെ മുടിയെ നല്ല തിക്കോടുകൂടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും. എനിക്ക് എൻ്റെ കഴിഞ്ഞ റീൽസൊക്കെ നിങ്ങൾ കണ്ടാൽ തിരിയും. എൻ്റെ മുന്നിലൊക്കെ നന്നായിട്ട് മുടി കൊഴിഞ്ഞിരുന്നു, നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ പിടിച്ച് നിർത്തിയത് എൻ്റെ ഈ ടോണറാണ്. 101% ഗ്യാരണ്ടിയാണ്. നൈറ്റാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. വളരെ ചെറിയ എമൗണ്ടിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ടിപ്പ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതായത് നമ്മൾ ഈ നൈറ്റ് കെയറാണ് മെയിൻ മുടിക്ക് വളരാൻ വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ മസാജിങ്ങിലൂടെയും അതായത് ആ ടോണർ അപ്ലൈ ചെയ്യുന്നതോടുകൂടെയും നമുക്ക് നന്നായിട്ട് മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ടോണറാണത്. അതായത് അതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയണ്ടല്ലോ. കരിഞ്ജീരകത്തിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാം. അകാല നേരം ഒഴിവാക്കാനും മുടി ലെങ്ത്ത് വെക്കാനും തിക്ക് വെക്കാനും. കരിഞ്ജീരകത്തിനെ പറ്റിയിട്ട് നമ്മളെ സ്കിന്നിനായാലും ഹെയറിനായാലും ഉള്ളിൽ കഴിക്കാനും ഭയങ്കര ഗുണമുള്ള സാധനമാണ് കരിഞ്ജീരകം. അപ്പോൾ ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കൂലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും സൈനസിൻ്റെയോ തലവേദന, അങ്ങനത്തെ തണുപ്പൊടിക്കോ ജലദോഷം പിടിക്കോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഡ്രോപ്പായിട്ട് അപ്ലൈ ചെയ്താൽ മതി. അങ്ങ് വാരി ഒലിച്ച് അപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല. മുടി എങ്ങനെയായാലും വളരും. മാത്രമല്ല ഇത് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ മുടി കെട്ടിയിട്ട് അങ്ങനെ കിടന്നുറങ്ങിയിട്ടും വലിയ കാര്യമില്ല. അതിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മസാജിങ് ജസ്റ്റ് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നല്ലോണം കെയർ ചെയ്താൽ മാത്രമേ ഈ ഉള്ള മുടി ഞാൻ നിലനിർത്തി പോകുന്നത് അതൊക്കെ വെച്ചിട്ടാണ്. കാരണം ലെങ്ത്ത് വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഉള്ള മുടി പോകാണ്ടിരുന്നാൽ മതി. അത് അവിടെ തന്നെ കിടന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ടിപ്പൊക്കെ പ്രയോഗിക്കുന്നത്. അപ്പം ടിപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഈ ഒരു ടിപ്പ് ഒരു മാസം കണ്ടിന്യൂസ്ലി ചെയ്ത് നോക്കുക, നല്ല വ്യത്യാസം ഉണ്ടാവും. എനിക്ക് ജെന്യുവനായിട്ട് പറയാനുള്ളതാണ്, ഞാൻ കളവല്ല പറയുന്നത്. അപ്പോൾ എന്തായാലും ചെയ്ത് കൊടുക്കുക. ഇതിനകത്തുള്ള 2 ഇൻഗ്രീഡിയൻറ്റും നല്ലോണം ഹെയർ ഗ്രോത്ത് ചെയ്യുന്നതാണ്. ഒന്ന് നമ്മളെ കരിഞ്ജീരകമാണ്, രണ്ടാമത്തേത് നമ്മളെ ആവണക്കെണ്ണേൻ്റെ ഗുണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ ഗുണം ഒരുപാടുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിനും സ്കിന്നിനും ഹെയറിനും ഒക്കെ ഗുണം ചെയ്യുന്നതാണ്. കുഞ്ഞു കുഞ്ഞു മുടികൾ വളരാൻ വേണ്ടിയിട്ട് ആവണക്കെണ്ണ സഹായിക്കും. അതുമാത്രമല്ല ഹെയർ ഫോൾ നിൽക്കാൻ വേണ്ടിയിട്ട് കരിഞ്ജീരകവും സഹായിക്കും. അതുകൊണ്ട് ഈ 2 ഇൻഗ്രീഡിയൻറ്റും ചേർന്നിട്ടുള്ള ഈ സെറം രാത്രി അപ്ലൈ ചെയ്തിട്ട് ഉറങ്ങിയാൽ മതി. മസാജ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇതൊക്കെ ചെയ്തിട്ട് എൻ്റെ മുടി വളർന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എന്തായാലും ട്രൈ ചെയ്യണം. ഞാൻ ഫസ്റ്റ് പറഞ്ഞ സ്റ്റെപ്പ്, അതായത് ഹെയർ കട്ട് ചെയ്തിട്ട് വേണം ഈ ടോണറൊക്കെ അപ്ലൈ ചെയ്ത്. നമ്മളൊരു മുടി വളർത്താൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഹെയർ കട്ടൊക്കെ ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. എൻ്റെ ചാനൽ DXV വ്ളോഗ്സ്. ഞാൻ ദൃശ്യമാണ്. എൻ്റെ വീട് കണ്ണൂരാണ്, കണ്ണൂർ അഴീക്കലാണ്. അപ്പോൾ മുന്നേ ഞാൻ ഇൻട്രോ ചെയ്തിട്ടുണ്ട്. എൻ്റെ എല്ലാ വീഡിയോസും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചാനൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇതുപോലത്തെ നല്ല യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വരും. നിങ്ങൾക്ക് ഏതൊക്കെ തരം വീഡിയോ വേണ്ടതെന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്താൽ മതി. എൻ്റെ കണ്ണൂർ ഭാഷയാണ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചാനലിലെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടവർക്കും അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും എല്ലാവർക്കും നന്ദി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അടിപൊളി ടിപ്പായിട്ട് നെക്സ്റ്റ് ഞാൻ വരും. ബൈ.